നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണാടി, അതായത് പാലക്കാട് തൃശ്ശൂർ റോഡിൽ കണ്ണാടിയിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. സ്കൂളിലേക്ക് കയറുന്ന വാതിലാണിത്. ഗേറ്റ് കഴിഞ്ഞ് ഉള്ളിലാണ് നിൽക്കണേ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം കൂടാൻ വേണ്ടിയിട്ട് പാലക്കാട് ജില്ലക്കാരനായ ഒരു മഹാവ്യക്തി ഇവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ലോകമെമ്പാടും അറിയപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇദ്ദേഹം നല്ല ആരോഗ്യവാൻ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും ജീവിത രീതിയും ബാക്കി ഇദ്ദേഹം എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് കേട്ട് മനസ്സിലാക്കാം. കാലത്ത് 3 ചപ്പാത്തി. കാലത്ത് എഴുന്നേൽക്കുന്ന സമയം മുതൽ ഒന്ന് പറയണം. വർക്കൗട്ട് കഴിഞ്ഞ് വന്നിട്ട് രാവിലെ 4:30 വർക്കൗട്ട്. 4:30 എഴുന്നേക്കും സാർ? 4:30 മുന്നേ എഴുന്നേക്കും? 3:30 എഴുന്നേക്കും. ഓക്കെ. 4:30 വർക്കൗട്ടിന് പോകും. ഓക്കെ. 4:30 വർക്കൗട്ടിന് പോയി വന്നതിന് ശേഷം 6:30 ഞാൻ വീടെത്തും. ഓക്കെ. കറക്റ്റ് 1 കിലോമീറ്റർ ഉള്ളൂ. ആ 6:30 വന്നിട്ട് 3 ചപ്പാത്തി, 3 എഗ്ഗ്, 3 ഈന്തപ്പഴം. അതായത് 3 ചപ്പാത്തി, 3 കോഴിമുട്ട, 3 ഈത്തപ്പഴം. ഇത്രയും സാധനമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. 11 മണിക്ക് 3 ചപ്പാത്തി. വീണ്ടും 11 മണിക്ക് 3 ചപ്പാത്തി, ഒരു പഴം. ഓക്കെ. രണ്ടാമത്തെ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്ക് 3 ചപ്പാത്തി. വീണ്ടും ചപ്പാത്തി തന്നെയാണ്. അതായത് 1:30 ഉച്ചയ്ക്ക്. ഇപ്പോൾ നമ്മൾ കേട്ടതാണ്, രാവിലെ വർക്കൗട്ട് കഴിഞ്ഞ് പുള്ളി വന്നതിന് ശേഷം രാവിലെ 3 ചപ്പാത്തി, 3 കോഴിമുട്ട, പിന്നെ അതോടൊപ്പം സാർ എന്തോ ഇങ്ങോട്ട് പറഞ്ഞു, ഈന്തപ്പഴം. അതിനുശേഷം 11 മണിക്ക് 3 ചപ്പാത്തി കഴിക്കും, ഒരു പഴം കഴിക്കും. വീണ്ടും 1:30 മണിക്ക്, അതായത് നമ്മളൊക്കെ ശരിക്ക് വയറ് നിറച്ചും ഭക്ഷണം ചോറ് കഴിക്കുന്ന സമയത്ത് പുള്ളി കഴിക്കുന്നത് 3 ചപ്പാത്തി തന്നെയാണ്. ഓക്കെ. ഈ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി തന്നെ. ഓക്കെ. വീട്ടിലുണ്ടാക്കുന്ന 3 ചപ്പാത്തി. അതോടൊപ്പം ഒന്നുമില്ല. അതിൻ്റെതായ കുറുമ കാര്യങ്ങൾ വേറെ അതിൻ്റെ കൂടെ ഒന്നുമില്ല. മാക്സിമം കടല, ചെറുപയർ. അങ്ങനെയും കൂടെ ഉണ്ട്. കടല, ചെറുപയർ, ഇതാണ് ശരിക്ക് പ്രോട്ടീനുള്ള ഇതാണ് കഴിക്കുന്നത്. പിന്നെ അതിനുശേഷം വൈകുന്നേരം വർക്കൗട്ടിന് പോകും. ഓക്കെ. എത്ര മണിക്കാ? വൈകുന്നേരം ഒരു 5:30 പോകും. ഓക്കെ. 6:30-7 മണി വരെ വർക്കൗട്ട്. ഓക്കെ. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പോയ വഴിക്ക് ഒന്ന് മേല് കഴുകുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കഴിഞ്ഞ വഴിക്ക് ഒരു 3 ചപ്പാത്തി, 3 എഗ്ഗ്. അതായത് ഒരു 7 മണിക്കാണ് പറയുന്നത്. 7-7:30 3 ചപ്പാത്തി, 3 എഗ്ഗ്, 3 കോഴിമുട്ട. ഓക്കെ. ഈ കോഴിമുട്ട നാടൻ കോഴിമുട്ട അങ്ങനെയൊന്നുമില്ല, കോഴിമുട്ട. ഓക്കെ. ഓക്കെ. മാത്രമേ കഴിക്കുള്ളൂ. ഓക്കെ. യെല്ലോ കഴിക്കില്ല. അങ്ങനെ കൂടെ ഉണ്ട്. മഞ്ഞക്കരു കഴിക്കില്ല, വെള്ള മാത്രമേ കോഴിമുട്ട കഴിക്കൂ. അതെങ്ങനെയാ, പുഴുങ്ങി കഴിക്കുമോ? പുഴുങ്ങിയിട്ട് അതിന്റെ വെള്ളക്കരു മാത്രം കഴിക്കും, ബാക്കി മഞ്ഞക്കരു നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ. വീണ്ടും 7:30 ഈ 3 കോഴിമുട്ടയുടെ വെള്ളയും, രാവിലെ അതേമാതിരി തന്നെ കോഴിമുട്ടയുടെ വെള്ളം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ. മഞ്ഞക്കരു ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം 7 മണിക്ക് ഈ 3 കോഴിമുട്ടയുടെ വെള്ളയും 3 ചപ്പാത്തിയും, അതിന്റെ കൂടെ കുടിക്കാൻ എന്തെങ്കിലും കറി ഉണ്ടാവും. കറി ഉണ്ടാവും. ഓക്കെ. പിന്നീട് ഒരു 9:30. ഓക്കെ. രാത്രി 9:30 3 ചപ്പാത്തി, ഒരു പഴം, 3 എഗ്ഗ്. അതും അതേമാതിരി തന്നെയാണ്. അതാണ് വലിയ രസം. ഫുള്ള് ചപ്പാത്തിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അരിഭക്ഷണം, അതായത് ചോറ് മാതിരിയുള്ള അരിഭക്ഷണം വളരെ കുറവാണ് സാർ. ഓക്കെ. 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 അത് 10 ദിവസത്തിൽ ഒരിക്കൽ വല്ല ആഹാരം, അരിഭക്ഷണം കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. അരിഭക്ഷണം എപ്പോഴെങ്കിലും അങ്ങനെ കഴിക്കാൻ സാറ് അത് കഴിയുന്നത് അവോയ്ഡ് ചെയ്യൂ അല്ലേ? 5 കൊല്ലമായിട്ട് അങ്ങനെ. ശരി. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണങ്ങളുടെ ജനങ്ങൾക്ക് പറയാം. അതായത് അരിഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രഷർ, ഷുഗർ അങ്ങനെ ദൈവം സഹായിച്ച് ഇന്ന് വരെ സാറിന് ഒരു കുഴപ്പങ്ങളും ഇല്ല. ഓക്കെ. ഓരോരുത്തരുടെ ശരീരപ്രകൃതി. ഓക്കെ. ഒരാൾക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. ശരി. അപ്പോൾ അല്ല, ശരിക്ക് അരിഭക്ഷണ ചോറ് അധികവും ഉപയോഗിക്കാതിരിക്കുന്ന നല്ലതെന്നാണ് സാറ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. അതായത് ഞാൻ ഹൈസ്കൂൾ തലത്തില് ഫുൾ അത്ലറ്റിക്കിലാണ്. ഓക്കെ. അത്ലറ്റിക് ആൻഡ് ഫുട്ബോൾ. സാറ് പഠിച്ചതൊക്കെ പെരിങ്ങോട്ട് കുറിച്ച് സ്കൂൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഫേമസ് ആയ സ്കൂൾ തന്നെയാണ് ഇപ്പോൾ. ഓക്കെ. ഫുട്ബോളിൽ അവർ എന്നെ ആദരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. പെരിങ്ങോട്ട് കുറിച്ച് കൊറോണയ്ക്ക് മുന്നേ സാറിനെ പെരിങ്ങോട്ട് കുറിച്ച് സ്കൂളിൽ നിന്ന് ആദരിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ അവിടുത്തെ പഞ്ചായത്ത്. ഓക്കെ. ഫുട്ബോൾ അസോസിയേഷൻ. ഓക്കെ. അന്ന് മുതൽ സാർ ഇപ്പോൾ കോളേജ് തലം മുതൽ ഈ ബോഡി ബിൽഡറായിട്ട് ഞാൻ സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ ബോഡി ബിൽഡിങ്ങിൽ വന്നത്. ഓക്കെ. അത് എത്രാമത്തെ വയസ്സാണ്? ഏകദേശം ഒരു 18-19 വയസ്സ്. ആ വർഷം മുതൽ ഇന്ന് വരെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടി പറഞ്ഞില്ല. അപ്പൊ സാർ ഒരു പ്രവാസി കൂടിയാണ്. ഞങ്ങളൊക്കെ പ്രവാസിയാണ്. അപ്പൊ സാറ് പ്രവാസിയാണ്. പ്രവാസി എവിടെയായിരുന്നു എന്ന് പറയാം? ഏത് രാജ്യത്തായിരുന്നു? ഷാർജ ആയിരുന്നു, ദുബായ് അല്ലേ? ഓക്കെ. അജ്മാനിൽ എത്ര? കുവൈത്തിലുണ്ടായിരുന്നു. ഈ ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് എന്റെ
ഓരോരുത്തരുടെ താല്പര്യം ഉണ്ട് അതിന്. ഉവ്വ. അല്ല അതുകൊണ്ട് നേരം ആഹാരം കഴിക്കാം ഉച്ചയ്ക്ക്, ലേശം തൈര് ഒഴിച്ചിട്ട്. ഓക്കെ. സാമ്പാർ ഒഴിക്കാൻ പാടില്ല. സാമ്പാർ പാടില്ല എന്നാണ് സാർ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ആ, തൈര് ഒഴിച്ചിട്ട് ലേശം വല്ല ഉപ്പേരി ബോയിലായിട്ട് ഒഴിച്ചിട്ട് വല്ല ക്യാരറ്റ്, ബീൻസ് അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാം. ആ, അല്ല ഈ ഡയറ്റിങ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ശരീരത്തിന് ഏറ്റവും നല്ലത് തന്നെയാണെന്നാണ് സാർ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കൊടുക്കുന്ന കാശ് നല്ല ഫുഡ് അടിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് വീട്ടുകാരനെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാം. അതാണ്, അത് വലിയൊരു മെസ്സേജാണ്, നല്ല മെസ്സേജ് സാറ് പറഞ്ഞത്. നമ്മൾക്ക് ഇഷ്ടമുള്ളത് എല്ലാം കഴിക്കുന്നതിലല്ല, നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം കഴിക്കുക. കഴിയുന്ന അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് ചപ്പാത്തി, പഴം, പഴവർഗ്ഗങ്ങൾ അല്ലെ പയർ വർഗ്ഗങ്ങളൊക്കെ കഴിച്ചുകൊണ്ട്. ചൈനീസ് ലീഫ് ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അത് വീക്കിലി ഒരു 700 റുപ്പീസ്. ചൈനീസ് ലീഫ് എന്ന് അതിന് പറയാം. ചൈനീസ് ലീഫ് 10 ഐറ്റംസ് ഉണ്ടാവും. ആ, അത് നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. നമ്മൾ ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിലല്ല, അതൊരു ഹോൾസെയിൽ ഡീലർ ഉണ്ട്. ചൈനീസ് ലീഫ് എന്നാണ് പറയുക. 10 ഐറ്റം ഇലകളുണ്ട്. ആ 10 ഐറ്റം ഇലകൾ ഹാഫ് ബോയിൽ ആയിട്ട് നമ്മൾ പാനിലിട്ടിട്ട് എത്ര രൂപ? 5 മിനിറ്റ്. ഓക്കെ, 700 രൂപ എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നത്? 10 ദിവസത്തേക്ക് 700 രൂപ കൊടുത്ത് ഈ ചൈനീസ് ലീഫ് 10 ഐറ്റം ഇലകളുണ്ടാവും അല്ലേ? ആ സാധനം സാർ ഉപയോഗിക്കുന്നുണ്ട്. വളരെ നല്ലതാണല്ലേ ശരീരത്തിന്? ശരി. ഇപ്പോഴത്തെ ജനറേഷൻ, പുതിയ ജനറേഷൻ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അധിക സമയം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ, മൊബൈൽ, ഇതിലൊക്കെ തോന്നുന്നു. സാറിന് അതിനെ കുറിച്ച് എന്താ പറയാ? എനിക്ക് പറയാനുള്ളത്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മൾക്ക് ദോഷമായിട്ട് വരും. അതായത് പണ്ട് കാരണവന്മാർ പറയുമാതിരി അമൃതം എന്ന് പറയുന്ന സാധനം വളരെ നല്ല സാധനമാണ്, അത് അധികമായ അമൃതം വിഷമാണ് എന്നാണ് സാറ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളോട് മെയിനായിട്ട് മെസ്സേജ് ചെയ്യേണ്ടത് സാറ് എക്സസൈസ് വേണം അല്ലേ? എക്സസൈസ് വേണം. ഓക്കെ. രാവിലെ കഴിയുന്നതും ഒരു 5 മണിക്കെങ്കിലും എണീക്കാൻ ശ്രമിക്കണം. ആ, അങ്ങനെയുണ്ട്. ആ, ഉറങ്ങുന്നത് നേരത്തെ ഉറങ്ങാൻ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ഒരു 9 മണിക്ക് ഉറങ്ങിയിട്ട് 5 മണിക്ക് എണീക്കണം. 5 മണിക്കെങ്കിലും 6 മണിക്കൂർ, 6.5 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങിപ്പോയാൽ വീണ്ടും അത് പ്രശ്നങ്ങളിലേക്ക് എത്തും അല്ലേ? ഓക്കെ ഓക്കെ. 10 മണിക്ക് ഉറങ്ങിയിട്ട് 3 മണി 3:45 എണീക്കുന്ന ആളാണ്. രാവിലെ 3-3:30 ആകുമ്പോഴത്തേനും എഴുന്നേക്കും. ഓക്കെ. അതിനുശേഷം വർക്കൗട്ട് ചെയ്യും. അതിനുശേഷമാണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ. നല്ല കുറേ മെസ്സേജുകളൊക്കെയാണ് തന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരുപാട് പേർക്ക് പരിചയം ഉണ്ടാവും. അപ്പം മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള പെരിങ്ങോട്ട് കുറിശ്ശിയിൽ ജനിച്ചു വളർന്ന ആളാണ് നമ്മുടെ വിജയ് സാറ്. അപ്പോൾ നമ്മുടെ ജില്ലയ്ക്ക് തന്നെ വളരെ അഭിമാനമായിട്ടുള്ള ഒരാളാണ്. അതെ, ഇപ്പോഴത്തെ തലമുറ, ഇപ്പോഴത്തെ യുവാക്കൾക്കെല്ലാം എന്താ പറയുക, പ്രചോദനമായിട്ടുള്ള ഒരാളാണ്. ആൾക്ക് 60 വയസ്സുണ്ട്. കണ്ടോളൂ, 60 വയസ്സുള്ള ആളാണിത്. ഇനിയിപ്പോൾ അടുത്ത് കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ മത്സരക്കാരി ഇല്ലായിരുന്നു. അടുത്ത വർഷത്തിൽ അദ്ദേഹത്തിന് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിനുള്ള ഇപ്പോൾ തുടങ്ങിയോ സാറേ? അത് വർക്കൗട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ സാറേ, താങ്ക് യു കേട്ടോ. താങ്ക് യു.